നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തുകയാണ്. നിങ്ങൾക്കറിയാം BJP-യുടെ മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി എത്തുന്നത്. സ്വരാജ് റൗണ്ടിൽ റോഡ് ഷോ ഉണ്ടാകുമെന്ന് പറയുന്നു. നാളെ ഉച്ച കഴിഞ്ഞാണ് പരിപാടികൾ. നമുക്കൊപ്പം തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചേരുന്നു. സൂരജ് സജി ഇപ്പോൾ ഗുരുവായൂർ തന്നെ ഉണ്ടായിരുന്നല്ലോ. സൂരജ് സജി ഗുരുവായൂർ പരിസരത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, സൂരജ് സജിയിലേക്ക്. ഗുഡ് മോർണിംഗ് സൂരജ് സജി, വെൽക്കം ടു ഗുരുവായൂർ ടെമ്പിൾ. അപ്പോൾ സൂരജ് സജി, എങ്ങനെയാണ് പരിപാടികൾ? പ്രധാനമന്ത്രി നാളെ എത്ര മണിക്കാണ് എത്തുക? റോഡ് ഷോയെ കുറിച്ച് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? SKN രാജ്യത്ത് തന്നെ ഈ നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ആദ്യ റോഡ് ഷോ അതാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. കാരണം അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തന്നെയാണ് പ്രധാനമന്ത്രി നാളെ തൃശ്ശൂരിലേക്ക് എത്തുന്നത്. മഹിളാ സംഗമം എന്നുള്ളതാണ് പറയുന്നത്. 2 ലക്ഷത്തിലധികം വനിതകളെ അണിനിരത്തിക്കൊണ്ട് ഈ മഹിളാ സംഗമം സംഘടിപ്പിക്കാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തുടങ്ങി തന്നെ തൃശ്ശൂർ നഗരമാകെ ഈ പോലീസിന്റെ സുരക്ഷാ വലയത്തിലാണ്. നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഉൾപ്പെടെ നിയന്ത്രണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത് ഈ സ്വരാജ് റൗണ്ടിനോട് ചുറ്റും, അതായത് ഇത് ഈ പരിപാടി നടക്കുന്നത് തേക്കിൻകാട് മൈതാനിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വരാജ് റൗണ്ടിനോട് ചുറ്റും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. കടകളിൽ പോലും ഇന്നലെ പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ കടകളിൽ എത്തുന്നവർ ഉൾപ്പെടെ പോലീസ് നിരീക്ഷിച്ചു വരുന്നുണ്ട്. അത്തരത്തിൽ പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ റോഡ് ഷോയിലേക്ക് നാളെ തൃശ്ശൂർ കടക്കുകയാണ്. എന്തായാലും ഉച്ചയ്ക്കാണ് പ്രധാനമന്ത്രി എത്തുക. ഉച്ചയ്ക്ക് കുട്ടനെല്ലൂർ ഹെലിപ്പാഡിലാണ് ഇദ്ദേഹം ഹെലികോപ്റ്ററിൽ എത്തുക. അതിനുശേഷമാണ് പിന്നീട് 3 മണിയോടുകൂടിയാണ് തൃശ്ശൂരിലേക്ക് എത്തുക. ആദ്യം എത്തുക ജില്ലാ ആശുപത്രിക്ക് സമീപമാണ്. 3:30 ജില്ലാ ആശുപത്രിയിൽ എത്തും. അതിനുശേഷം ഈ സ്വരാജ് റൗണ്ടിലൂടെ നായ്ക്കനാലിലെ, അതായത് ഈ നായ്ക്കനാലിലെ സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് അദ്ദേഹം എത്തും. 4:15 ഈ പൊതുസമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. 5:30 തിരിച്ച് പ്രധാനമന്ത്രി ഈ റോഡ് ഷോ എല്ലാം അവസാനിപ്പിച്ച് മടങ്ങുന്ന രീതിക്കാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. തൃശ്ശൂരിലെ ഒരു പരിപാടി മാത്രമാണുള്ളത്. എന്തായാലും ദേശീയ തലത്തിൽ പോലും BJP ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ തുടക്കം എന്ന നിലയിൽ ഈ തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടുകൾ ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ തൃശ്ശൂരിലെ പ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ട നടപടികളിലേക്ക് BJP കടക്കുന്നു. അതിന് പ്രധാനമന്ത്രിയെ തന്നെ എത്തിച്ചുകൊണ്ട് സുരേഷ് ഗോപി ആ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിലേക്ക് BJP കടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.